നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. കാരണം നമുക്കറിയാൻ സാധിക്കും, ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും യൂട്യൂബ് ചാനൽ ഇല്ലാത്ത ഒരാളുണ്ടായിരിക്കില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കഴിഞ്ഞ ദിവസം വന്ന പുതിയൊരു അപ്ഡേറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെല്ലാവരും യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ രണ്ട് പ്ലാറ്റ്ഫോമാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന യൂട്യൂബിലൂടെയും, അതല്ലെങ്കിൽ YT സ്റ്റുഡിയോ എന്നുള്ളൊരു ആപ്പ് കാണാൻ സാധിക്കും. ആ ആപ്പിനകത്തൂടെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട്. YT സ്റ്റുഡിയോയിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യും. യൂട്യൂബിനകത്താണെങ്കിൽ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യും. എന്നാൽ യൂട്യൂബിനകത്ത് വന്നിരിക്കുന്ന പുതിയ അപ്ഡേറ്റ്, നമ്മളിങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഈ വീഡിയോ സെലക്ട് ചെയ്ത് ഇവിടെ ടൈറ്റിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. താഴെ കാണുന്ന ഭാഗത്ത് മോണിറ്റേഷൻ എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് പ്ലേ ലിസ്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. തൊട്ട് താഴെ ഒരു പുതിയൊരു ഫീച്ചർ യൂട്യൂബ് കൊണ്ടുവന്നിട്ടുണ്ട്. ആൾട്ടേഡ് കണ്ടൻറ്റ് എന്നാണ് ഈ ഒരു ഫീച്ചറിൻ്റെ പേര്. ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലെ രണ്ട് ഓപ്ഷൻ ചോദിക്കും, യെസ് ഓർ നോ എന്നുള്ളത്. അതായത് നമുക്കറിയാൻ സാധിക്കും, ഇപ്പോൾ ഇറങ്ങുന്ന അധിക വീഡിയോകളും AI സഹായത്തോടെ ചെയ്യുന്നതാണ്. പല ആളുകൾക്കും എന്ത് വീഡിയോയുടെ കണ്ടൻറ്റാണോ വേണ്ടതെങ്കിൽ ആ കണ്ടൻറ്റ് അങ്ങ് കൊടുത്ത് ഏത് വ്യക്തിയുടെ മുഖഭാവത്തിലാണ് വീഡിയോ പ്ലേ ചെയ്യേണ്ടതെങ്കിൽ ആ വ്യക്തിയെയും കൂടെ അങ്ങ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൃത്യമായിട്ട് ആ വീഡിയോ മുഴുവനായിട്ട് AI തന്നെ ക്രിയേറ്റ് ചെയ്ത് തരും. അതായത് നമുക്ക് മാനുവലായിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാതെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് തരും. എന്നിട്ട് അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് യൂട്യൂബ് ഈ ഒരു ഫീച്ചർ കൊണ്ടുവന്നത്. നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ നിങ്ങൾ AI കൊണ്ട് നിർമ്മിച്ചതാണോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ. അങ്ങനെ AI കൊണ്ട് ഉപയോഗിച്ചാണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. ഇല്ലാത്ത ആളുകൾ ഇതുപോലെ നോ എന്ന ഭാഗം സെലക്ട് ചെയ്ത് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പഴയതുപോലെ നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഓർക്കുക, ഓരോ വീഡിയോക്കും ഇതുപോലെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. AI കൊണ്ടുണ്ടാക്കിയ വീഡിയോ ആണെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് അത് മോണിറ്റേഷൻ കിട്ടാൻ പ്രയാസമോ അല്ലെങ്കിൽ അതിന് ഏണിങ്സ് കുറവോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഭാഗം നിങ്ങൾ നിർബന്ധമായിട്ടും AI കൊണ്ടല്ല വീഡിയോ നിർമ്മിക്കുന്നതെങ്കിൽ ഇതുപോലെ നോ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അധികം ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ AI എന്നുള്ളത് നമ്മൾ യൂട്യൂബിൽ ഒരുപാട് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പഴയതായിട്ട്. അപ്പോൾ എല്ലാ വീഡിയോക്കും ഇനി ഇതുപോലെ സെറ്റ് ചെയ്യണോ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട്. യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ അറിവ് പ്രകാരം പഴയ വീഡിയോകൾക്കൊന്നും ഇനി നിങ്ങൾ ഇത് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ വീഡിയോക്കും നിങ്ങൾ ഇത് സെലക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പഴയ വീഡിയോക്ക് യൂട്യൂബിന് ഏതെങ്കിലും സാഹചര്യത്തിൽ സംശയം തോന്നുകയാണെങ്കിൽ ആ വീഡിയോ പ്രത്യേകം നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾ അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ യൂട്യൂബ് ചാനൽ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഈ സെറ്റിങ്സ് അറിഞ്ഞു വെക്കണം, മനസ്സിലാക്കണം. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.